കീം ഫോർമുല മാറ്റത്തിൽ മന്ത്രിസഭയിൽ എതിർപ്പ് സർക്കാരിൻ്റെ ധൃതി കുഴപ്പത്തിലാക്കിയെന്ന വിമർശനം. പരിഷ്കാരം ഈ വർഷം വേണോ എന്ന് ചോദിച്ച് ചില മന്ത്രിമാർ. പുതിയ റാങ്ക് ലിസ്റ്റിനെതിരെ പരാതി പ്രളയം. ലിസ്റ്റിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ പിന്നിൽ. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, അല്പം മുമ്പാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചത്. സർക്കാരിന് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ വിദഗ്ധ സമിതിയുടെ ശുപാർശത്തെക്കുറിച്ച്, ഫോർമുലയെ കുറിച്ച് ഒക്കെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ അതിൽ ക്ഷുഭിതയായിട്ടാണ് ഇടപെട്ട് സംസാരിച്ചത്. മാത്രമല്ല, കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ സ്ഥലത്ത് നിന്ന് പോകുകയായിരുന്നു. ശാലിനി, വിശദാംശങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൃത്യമായ പ്രതികരണമോ അല്ലെങ്കിൽ കൃത്യമായ മറുപടിയോ ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ ചോദ്യങ്ങളിൽ നിന്നുള്ള പിന്നോട്ടടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശുപാർശകളെല്ലാം മറികടന്നുകൊണ്ടാണ് കീമിലെ പുനഃപരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ നടപ്പിലാക്കിയത്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയത് എന്നുള്ളതിന് മന്ത്രിയുടെ ഈ പ്രതികരണം തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. അതായത് കീം മാർക്ക് ഏകീകരണത്തിലെ വിദഗ്ധ സമിതി ശുപാർശകൾ അടക്കം മറികടന്നുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടൽ നടത്തിയത്. അത് മാത്രമല്ല, മാർക്ക് ഏകീകരണ ഫോർമുല നടപ്പിലാക്കിയത് ഉൾപ്പെടെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് നിലനിൽക്കുമ്പോൾ അത് മറികടന്നുകൊണ്ടാണ് സർക്കാർ ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു തുഗ്ലക് പരിഷ്കരണം വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നത്. അത് മാത്രമല്ല, സ്റ്റാൻഡേർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റി നൽകിയ ശുപാർശകൾ പോലും പരിഗണിക്കാതെയാണ് സർക്കാർ ഇത്തരത്തിൽ ധൃതി പിടിച്ചൊരു നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മന്ത്രിസഭാ യോഗം ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു. അപ്പോഴും ചില മന്ത്രിമാർ അടക്കമുള്ളവർ ഇതിൽ എതിർപ്പ് അറിയിച്ചതാണ്. പക്ഷേ ആ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പും ഈ നടപടികളുമായി. അതാണ് ജൂൺ 30 ചേർന്ന മന്ത്രിസഭാ യോഗത്തിലായിരുന്നു ഈ തീരുമാനം എടുത്തത്. അന്ന് തന്നെ CPIയുടെ അടക്കം മന്ത്രിമാർ ഇത് അനുചിതമാവില്ലേ എന്ന ഒരാശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ സർക്കാരിന് നിർബന്ധ ബുദ്ധി പോലെ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഒരു നിർബന്ധ ബുദ്ധിയാണ് ഉണ്ടായിരുന്നത്. അതുമായി മുന്നോട്ട് പോവുകയായിരുന്നില്ലേ? കാരണം മന്ത്രിസഭയിൽ എതിർപ്പ് ഉണ്ടായിട്ടും ഈ തീരുമാനവുമായി മുന്നോട്ട് പോയി. അതുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് തന്നെയല്ലേ? തീർച്ചയായും അല്ല, അങ്ങനെ തന്നെയാണ്. കാരണം ജൂൺ 30 മന്ത്രിസഭാ യോഗം ഈ വിഷയം ചർച്ച ചെയ്യുന്നു. CPI മന്ത്രിമാർ, ഒപ്പം തന്നെ CPMന്റെ ചില മന്ത്രിമാർ അടക്കമുള്ളവർ ഇതിൽ എതിർപ്പറിയിക്കുന്നു. ആ എതിർപ്പ് മറികടന്നുകൊണ്ട് ഇത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പോകുന്നു. ജൂലൈ 1 കീമിന്റെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നത്, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് ഭേദഗതി ചെയ്തുകൊണ്ട് മണിക്കൂറുകൾക്ക് ഉള്ളിൽ ഫലം കൂടി പ്രസിദ്ധീകരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഈ സാധാരണ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവര് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് കൃത്യമായി അവരൊരു അജണ്ട തയ്യാറാക്കി പഠിക്കുമ്പോൾ ആ പഠനത്തിൽ നിന്നടക്കം അവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുന്ന പ്രഖ്യാപനമാണ് മന്ത്രി നടത്തിയിട്ടുള്ളത്, ഇടപെടൽ നടത്തിയിട്ടുള്ളത്. 1:1:1 എന്നുള്ള അനുപാതം മാറ്റിക്കൊണ്ട് 5:3:2 എന്നുള്ള അനുപാതത്തിലേക്ക് മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് എന്നുള്ള രീതിയിൽ അവരുടെ മാർക്ക് ശതമാനം ചേർക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കേരള സിലബസ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ഇന്നലെ പുനഃക്രമീകരിച്ച 2ാമത്തെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോഴും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണ വിദ്യാർത്ഥികളെ പരിഗണിച്ചില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആദ്യ 100 പേരുടെ റാങ്ക് പട്ടികയിൽ 43 പേരുടെ പേരുകൾ സ്റ്റേറ്റ് സിലബസിൽ നിന്നുള്ളവർ കഴിഞ്ഞ, അതായത് ആദ്യ പട്ടികയിൽ ഉണ്ടായിരുന്നു. പക്ഷേ 2ാം പട്ടികയിലേക്ക് വരുമ്പോൾ അത് 21 ചുരുങ്ങുകയാണ്. പരാതി പ്രളയം ഇപ്പോൾ ഈ 2ാം പട്ടികയിൽ ഉണ്ടാവുകയാണ്. ആദ്യ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ 1ാം റാങ്കിൽ നിന്ന വിദ്യാർത്ഥി 5ാം റാങ്കിലേക്കും 6ാം റാങ്കിലേക്കും ഒക്കെ പോകുന്ന ഒരു സാഹചര്യം, അവരുടെ മാനസിക നിലയടക്കം അത് കാര്യമായി ബാധിക്കുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിന്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഈ കുറ്റങ്ങളിൽ നിന്ന്, ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടടിക്കാൻ കഴിയില്ല. എന്തായാലും പരാതികൾ ഉയരുകയാണ്. പല വിദ്യാർത്ഥികൾക്കും അവസരം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. കേരള സിലബസിലടക്കം പഠിച്ച വിദ്യാർത്ഥികളുടെ അവസരം ഇല്ലാതാക്കിയതിൽ സർക്കാർ ഇതിന് മറുപടി പറയേണ്ടി വരും. എന്തായാലും കനത്ത പ്രതിഷേധത്തിലേക്ക് കൂടി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ കൂടി ഇക്കാര്യത്തിൽ കടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കൈ കഴുകി മുഖം രക്ഷിക്കാനുള്ള ശ്രമം സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നടത്തുമ്പോൾ പ്രതിസന്ധിയിലും പ്രതികൂലാവസ്ഥയിലും നിൽക്കുന്നത് ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് കീം പരീക്ഷാ ഫലത്തിന് പിന്നാലെ. അനിൽ നമ്പ്യാർ.